തുടർ ചികിത്സയ്ക്കായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്ന് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകും. ബംഗളൂരുവിലെ HCG ആശുപത്രിയിലേക്കാണ് ഉമ്മൻചാണ്ടിയെ മാറ്റുന്നത്. AICC ഒരുക്കിയ ചാർട്ടേഡ് വിമാനത്തിലാണ് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുക. ന്യൂമോണിയയെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നു. ശരത്, എപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിലേക്ക് കൊണ്ടുപോവുക? ആരൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കും? എങ്ങനെയാണ് AICC ചെയ്തിരിക്കുന്ന സൗകര്യങ്ങൾ? ഫിജി വൈകിട്ടോടുകൂടി ഉമ്മൻചാണ്ടിയെ പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ബംഗളൂരു HCG ക്യാൻസർ കെയർ സെന്ററിലേക്ക് മാറ്റാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂമോണിയ ബാധയെ തുടർന്ന് അദ്ദേഹം കഴിഞ്ഞയാഴ്ചയാണ് നിംസ് ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം തൃപ്തികരമാണെന്നും തുടർ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് മാറ്റുന്നതിൽ പ്രശ്നമില്ല എന്നും മെഡിക്കൽ ബോർഡ് കഴിഞ്ഞ ദിവസമാണ് വിലയിരുത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. വൈകിട്ട് ചാർട്ടേഡ് വിമാനത്തിൽ നിലവിൽ അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാരുടെ മെഡിക്കൽ സംഘം, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ ഇവരടങ്ങിയ സംഘമാണ് ബംഗളൂരുവിലേക്ക് പോവുക. കഴിഞ്ഞ ദിവസം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആശുപത്രിയിലെത്തുകയും വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് ഉമ്മൻചാണ്ടിയെ മാറ്റാം എന്ന് കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി നേതൃത്വം തന്നെ പൂർണ്ണ ചെലവ് വഹിച്ചുകൊണ്ട് ഇത്തരം ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് ഉമ്മൻചാണ്ടിയെ ബംഗളൂരുവിൽ എത്തിക്കാൻ തീരുമാനം എടുത്തത്. ഏതായാലും നിലവിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും, ഈ ന്യൂമോണിയയായിരുന്നു പ്രധാനമായും തുടർ ചികിത്സയ്ക്ക് ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്നതിന് തടസ്സമായി ഉണ്ടായത്. ആ ന്യൂമോണിയ ബാധ നിലവിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നില്ല. ആരോഗ്യപരമായി ഒരു ദുർബലാവസ്ഥയില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇനി പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് മാറ്റാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. ശരത്ത്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കുടുംബം വിദഗ്ധ ചികിത്സയ്ക്കായി ശ്രമിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഇന്നലെ ചാണ്ടി ഉമ്മനൊക്കെ ഇതിന് മറുപടി പറയുന്നുണ്ടായിരുന്നു. എന്താണ് ഈ ഒരു വിവാദത്തിന്റെ അടിസ്ഥാനം? ഇപ്പോൾ ഈ വിവാദം എവിടെ എത്തി നിൽക്കുന്നു? കഴിഞ്ഞ ദിവസം തന്നെ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തിയിരുന്നു. പിതാവിന് എല്ലാ വിദഗ്ധ ചികിത്സയും നൽകുന്നതിന്, അനുയോജ്യമായ ഏത് ചികിത്സ നൽകുന്നതിനും കുടുംബത്തിന് ഒരു എതിർപ്പും ഇല്ല എന്നും, എങ്കിലും വ്യാജരേഖ പോലും ഉണ്ടാക്കി തങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്, തെറ്റായ വിവരങ്ങളാണ് പലരും പ്രചരിപ്പിക്കുന്നത് എന്ന ഒരു രീതിയിലാണ് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പ്രധാനമായും ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ 42 ബന്ധുക്കൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയാണ് വിവാദങ്ങൾ സജീവമാകാൻ കാരണമായത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുണ്ട് എങ്കിൽ പോലും ഇക്കാര്യത്തിൽ പരസ്യമായ ഒരു പ്രതികരണത്തിനും നിലവിൽ കോൺഗ്രസ് നേതൃത്വം, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചികിത്സ പൂർണ്ണമായും ഏറ്റെടുത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ പ്രതികരണം ഇതേവരെ നടത്തിയിട്ടില്ല. ശരി ശരത്.